ആക്ച്വലി മോളിക്യൂൾസ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഒരു ബിസിനസ് എന്ന് ഞാൻ പറയില്ല, ഒരു റിസർച്ച് ഡൊമൈൻ എന്ന് പറയുന്നത് ലൈപ്പോസോമൽ ടെക്നോളജിയാണ്. ഫുഡ് സപ്ലിമെൻറ്റിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ലൈപ്പോസോമൽ സപ്ലിമെൻറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത് മോളിക്യൂൾസ് ബയോലാബ്സാണ്. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട്. ലൈപ്പോസോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഏത് മെഡിസിൻ ആണെങ്കിലും സപ്ലിമെൻറ്റ്സ് ആണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും എല്ലാം ഒരു പരിധി വരെ അബ്സോർബ് ചെയ്യുള്ളൂ, ബാക്കി നമ്മുടെ ശരീരം ടേക്കപ്പ് ചെയ്യില്ല. അപ്പോൾ അതിന് നമ്മൾ ഒരു ടെക്നോളജി അതിന് ഒരു ആവരണമായിട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ഈ കോവിഡ് കാലത്ത് ഫൈസറിൻ്റെയൊക്കെ വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ഈ ലൈപ്പോസോം ടെക്നോളജി വഴിയാണ്. 1950s തുടങ്ങിയുള്ള ടെക്നോളജിയാണ്. ഈ അടുത്ത കാലത്താണ് ഫുഡ് സപ്ലിമെൻറ്റ്സിൽ അല്ലെങ്കിൽ വൈറ്റമിൻസ്, മിനറൽസ് അതിലെല്ലാം ഈ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ പുറം രാജ്യങ്ങളിലെല്ലാം ഈ വൈറ്റമിൻസും മിനറൽസ് എല്ലാം ഡേ ടു ഡേ ബേസിൽ ആൾക്കാർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി അല്ല, ശരിക്കും ഒരു 3 to 5 times മോർ അബ്സോർബിൾ ആയിരിക്കും ഈ ലൈപ്പോസോം ടെക്നോളജി വഴി. അപ്പോൾ ലോകത്തെല്ലായിടത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ നമ്മളാണ് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് അപ്രീസിയേഷൻ കിട്ടിയേക്കുന്ന ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ലോകത്ത് ആദ്യമായിട്ട് ഓറൽ സ്ട്രിപ്പുകൾ ഡെവലപ്പ് ചെയ്തു. ലൈപ്പോസോമുകൾ യൂസ് ചെയ്തിട്ട് ഓറൽ സ്ട്രിപ്പ് ഓൾറെഡി ഉള്ളതാണ്. നമ്മൾ ഈ വിമാനത്താവളത്തിലൊക്കെ പോകുമ്പോൾ അവിടെ ഫാൻസി ബോക്സുകൾ വെച്ചിട്ടുണ്ടാവും ഓറൽ സ്ട്രിപ്പ്. അതിൽ ഏറ്റവും ഫേമസ് മെലാറ്റോണിൻ സ്ട്രിപ്പുകളാണ്. മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഒരു കെമിക്കലാണ് മെലാറ്റോണിൻ. നമുക്ക് ഉറക്കം വരാൻ നമ്മുടെ സിർക്കാഡിയൻ റിതം റെഗുലറൈസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ അത് പക്ഷേ ഉറക്കമില്ലാത്ത ഇൻസോംനിയ പേഷ്യൻസിനെല്ലാം അത് സപ്ലിമെൻ്റ് ചെയ്യും. അപ്പോൾ അത് ഈ നാവിൽ കൂടെ ഈ സബ്ലിംഗൽ വഴിയാണ് അതിൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കുന്നത്. പക്ഷേ അതിൻ്റേതായ ഒരു ഡ്രോബാക്കും കൂടെ ഉണ്ട്. അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, അവിടെ സ്റ്റാൻഡ് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈപ്പോസോം ടെക്നോളജി ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ട്, LN ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞിട്ട്. അവരായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ലൈപ്പോസോമൽ ഓറൽ സ്ട്രിപ്പുകൾ ഡെവലപ്പ് ചെയ്തു. അത് ഒരു വലിയ ഏറ്റവും കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഒരു ലൈപ്പോസോമലിലുള്ള ഒരു സുപ്രീമസി ആയതുകൊണ്ടും കൂടിയാണ്. നമ്മളിപ്പോൾ 40ഓളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ നിന്നാണ് എക്സ്പോർട്ടെല്ലാം പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സുപ്രീമസി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കുറച്ചും കൂടെ ആക്സസിബിലിറ്റി കൂടുതലുള്ളത് ഈ ഫാർമസ്യൂട്ടിക്കൽ ജെയിൻസൊക്കെ ആയിട്ട്. ഗ്രോയിങ് ലൈപ്പോസോം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എക്സ്പോണൻഷ്യൽ ഗ്രോത്താണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മൾ വളരെ സാധാരണ രീതിയിൽ തുടങ്ങിയതാണ്. ആകെ 2-3 പേര് തുടങ്ങിയതാണ്. ഇപ്പോൾ നമുക്ക് 87 സ്റ്റാഫുണ്ട്. അതിൽ 42 സ്റ്റാഫ് എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ കാണിക്കുന്ന ആ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തും കൂടിയാണ്. നമ്മുടെ മാത്രം ഗ്രോത്ത് അല്ല, ഇൻഡസ്ട്രി ആസിറ്റീസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പോസ്റ്റ് കോവിഡ് ഈ പ്രിവെൻറ്റീവ് കെയറിന് ഭയങ്കര പ്രാധാന്യം ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല അത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും ഗ്രോ ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മൾ അത്രയും ക്വാളിറ്റി റിസർച്ചും ബാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ സ്റ്റിൽ ഇവോൾവ്. ഇത് ആപ്ലിക്കേഷൻ ആസ് എ സപ്ലിമെന്റ് ഓർ ഏറ്റവും രണ്ടിനും അപ്ലിക്കേഷനുണ്ട്. നമ്മൾ കൂടുതൽ ചെയ്യുന്നത് 90% ചെയ്യുന്നത് സപ്ലിമെൻ്റാണ്. സപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ഡൈവേഴ്സ്ഡ് അപ്ലിക്കേഷനാണ്. ക്യാപ്സ്യൂളുണ്ട്, ടാബ്ലറ്റ് ഉണ്ട്, ച്യൂവബിൾ ടാബ്ലറ്റുകളുണ്ട്, പിന്നെ സിറപ്പുകളുണ്ട്, ഫങ്ഷണൽ ബിവറേജസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ ഓറൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് മാനുഫാക്ചർ അല്ല. ഞങ്ങൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട് പലർക്കും. പക്ഷേ മേജർ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് സപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ അമേരിക്കയിലുള്ള 60% ലൈപ്പോസോമൽ സപ്ലിമെൻറ്റ്സും നമ്മുടെ അടുത്തുനിന്ന് പോണതാണ്.
പല രൂപത്തിൽ അവിടെ എത്തും, പല പേരിലും എത്തും, പക്ഷേ പോകുന്നതല്ല ഇവിടെ നിന്ന് തന്നെയാണ്. ഏറ്റവും വലിയ ബ്രാൻഡുകളെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ടേംസിൽ പറയുകയാണെങ്കിൽ ബിക്കോസ് ദാറ്റ് പീപ്പിൾ മൈ ബി ഇൻട്രസ്റ്റഡ് ഇൻ ആസ് വെൽ. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻ ലൈക്ക് ഇൻ എ ഇയർ ഹൗ മച്ച് വുഡ് ബി ദ റെവന്യൂ? ഇപ്പം നമ്മൾ 100 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. 100 കോടിയൊന്നും ആയിട്ടില്ല, പക്ഷെ 100 കോടിയിലേക്കുള്ള പ്രയാണത്തിലാണ്. ഏകദേശം അതിലേക്ക് പോകുന്നു. നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ നെഗറ്റീവിൽ നിന്നാണ് തുടങ്ങിയത്. നമ്മൾ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല, ബാങ്ക് ലോണുകളില്ല. നമ്മൾ സാധാരണ ഫാമിലി, വളരെ സാധാരണക്കാർ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒന്നും പോയിട്ടില്ല. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നമ്മുടെ IP, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ മാക്സിമം ആവശ്യക്കാരാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാത്ത പർച്ചേസ് ഓർഡേഴ്സാണ് കൂടുതൽ. ഒന്ന്, നമ്മുടെ കൂടെ നിൽക്കുന്ന ടീം അത്രയും സ്ട്രോങ് ആണ്. നല്ല അതാ പറഞ്ഞ് ഇവിടെ ഒരു ഫാൻസി ഓഫീസ് പ്രതീക്ഷിച്ച് പലരും വരാറുണ്ട്, പക്ഷേ അതില്ല ഇവിടെ. ഇവിടെയുള്ളത് എക്യുപ്മെൻറ്റ്സും നല്ല ആൾക്കാരുമാണ്. നമ്മൾ മാൻ പവറിലാണ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മിഷനറീസിലും എക്യുപ്മെൻറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു റിതം. വോളിയം വൈസ് എത്രത്തോളം എക്സ്പീരിയൻഷ്യൽ എന്ന് പറയുമ്പോൾ ലൈക്ക് ഇൻ അതർ ഇയർ എത്രത്തോളം പോസിബിലിറ്റി? ഞങ്ങൾ ചില മൾട്ടിനാഷണൽ ഈ ബിസിനസ്സിൻ്റെ ഒരു ഒറിജിൻ തന്നെ ഇതൊരു പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ഓർഗനൈസേഷൻ അല്ല. ഞാൻ എൻ്റെ പ്രീവിയസ് ഓർഗനൈസേഷനിൽ നിന്ന് റിലീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പല യൂണിവേഴ്സിറ്റികളിലും വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. പല മൾട്ടിനാഷണൽ കമ്പനികളിലും അഡ്വൈസറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അവർക്ക് പല പ്രോഡക്റ്റുകളും നമ്മൾ പിച്ചിങ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റലിന് വേണ്ടിയിട്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രോഡക്റ്റ് വേണം. അപ്പോൾ അതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്ത പോലെയാണിത്. അപ്പോൾ ഇപ്പോഴും ഞാൻ പല കമ്പനികളിലെ അഡ്വൈസറാണ്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റുകൾ നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതേമാതിരി ചില മൾട്ടിനാഷണൽസിലെല്ലാം പ്രോഡക്റ്റ് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എക്സ്ക്ലൂസീവായിട്ട്. പക്ഷേ അതിൻ്റെ മാനുഫാക്ചറിങ് ഇവിടെ ആയിരിക്കും. അപ്പോൾ അതിലിപ്പോൾ പ്രീ വർക്കൗട്ടിലൊക്കെ ഞങ്ങളുടെ ഒരു ഇന്നോവേഷൻ ഉണ്ടായിരുന്നു. അത് 3 മാസത്തിൽ നമുക്കൊരു 48 മെട്രിക് ടൺസാണ് ഓർഡർ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മളായിട്ട് എക്സ്ക്ലൂസീവായിട്ട്, അതായത് നമുക്ക് മാർക്കറ്റിംഗ് പോലും ഇല്ല. ഈ അടുത്ത കാലത്താണ് നമ്മളെ അറിയപ്പെടുന്നത് തന്നെ. മാർക്കറ്റിംഗ് ഇല്ല, കാരണം ചില മൾട്ടിനാഷണൽസായിട്ട് നമ്മൾ എക്സ്ക്ലൂസീവ് ടൈപ്പാണ്. അപ്പോൾ അവരുടെ റിസർച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. അതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലൈപ്പിസോമിൽ നമ്മൾ അബോട്ടിൻ്റെ പാർട്ണറാണ്. അബോട്ട് ഫാർമ ജെയിൻസ് ആണ്. ഞാൻ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അബോട്ടിലെ പ്രോഡക്റ്റ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ വൈറ്റമിൻ D3 ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് നമ്മളാണ് ചെയ്യുന്നത്. ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നുള്ളത്. അതേമാതിരി അവരൊരു 4 മോളിക്യൂൾ ഇപ്പോൾ നമ്മൾ തന്നിട്ടുണ്ട് ഇന്നോവേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതേമാതിരിയുള്ള ജെയിൻസായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണതെല്ലാം റിസർച്ചിലായിരിക്കും. മാർക്കറ്റിങ്ങിൽ 0 ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. കാരണം അതിൻ്റെ ആവശ്യമില്ല, കസ്റ്റമറെ നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ. അതെ അതെ, അത് വൈഫായിട്ട് ചേർന്ന് തുടങ്ങിയതാണ്. അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം ഓറലാണ്. ഇവിടെ ഉള്ളതെല്ലാം ഓറൽ കൺസംഷനാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമ്മൾ ഒരു ടോപ്പിക്കൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറയും അതിനെ. ഈ ലൈപ്പോസോമിൻ്റെ വേറൊരു വേർഷൻ, ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ സ്യൂട്ടബിൾ ഫോർ ടോപ്പിക്കൽ അബ്സോർപ്ഷൻ, അത് ആണ് അക്കോർ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങി. അതിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 5-6 മാസമായിട്ടുള്ളൂ ശരിക്കും ഫുൾ സ്വിങ്ങിൽ തുടങ്ങിയിട്ട്. നമുക്ക് അതിനൊരു എക്സ്ക്ലൂസീവ് കൊളാബറേറ്റർ ഉണ്ട് ഫ്രാൻസിൽ. ഇപ്പോൾ ഈ ടോപ്പിക്കൽ കോസ്മെറ്റിക്സിൻ്റെ എല്ലാം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫ്രാൻസാണ്. എല്ലാ ബിഗ് കമ്പനീസും ഫ്രഞ്ചാണ് ഈ ടോപ്പിക്കലിൽ. ലോറിയലാണ് ശരിക്കും ഈ ഒരു കോസ്മെറ്റിക് റെവല്യൂഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇൻഫാക്റ്റ് ലോറിയലായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അസോസിയേറ്റ് ചെയ്യാൻ പല രീതിയിൽ. ഡിസ്കഷൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു പരിമിതമായി വെച്ചിട്ട് വൈറ്റമിൻ D3 എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ലൈക്ക് സൺസ്ക്രീൻ അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻ.
നമ്മൾ ഈ ലൈപ്പോസോം എന്ന് പറയുന്ന മാതിരി നിയോസോം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു ഫ്ലെക്സിബിൾ ലൈപ്പോസോം. അത് പല രൂപത്തിൽ ഉപയോഗിക്കാം. സൺസ്ക്രീനായിട്ട് ഉപയോഗിക്കാം, ക്രീമായിട്ട് ഉപയോഗിക്കാം. ഞങ്ങൾ കുറച്ച് സിറംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാട്ട് എവർ യു ക്യാൻ ഡു ഓൺ യുവർ സ്കിൻ. സ്കിൻ മെഡിസിൻസ് അല്ലെങ്കിൽ അതിൻ്റെ ക്രീംസ് ഒക്കെ ഭയങ്കര വിലയാണ്. അതൊരു മെഡിസിനേക്കാൾ അതൊരു കോസ്മെറ്റിക്സ് ആയിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. അതുകൊണ്ടാണ് അതിന്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? അത് മാത്രമായിരിക്കില്ല, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പ്യൂരിഫൈഡ് വെർഷൻസിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അതും ഒരു കാരണമാണ്. പിന്നെ ഇന്ത്യയിൽ അങ്ങനെ ഒരു നമ്മൾ അത്രയും സ്പെൻഡിങ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അത്രയും നമ്മളങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ അത് എവിടെയാണോ നമ്മൾ കൂടുതൽ ആവശ്യങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ മനുഷ്യർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവിടെയാണ് കുറച്ചും കൂടെ ഇന്നോവേഷൻസിന് പോസിബിലിറ്റി ഉള്ളത്. അവിടെയാണ് കുറച്ചും കൂടെ ആൾക്കാർ പുതിയ പുതിയ ഐഡിയാസും ഒക്കെ കൊണ്ടുവരുള്ളൂ. പുറത്ത് അങ്ങനെ ഭയങ്കരമായ ഇന്നോവേഷൻസ് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ അവിടെയാണ് മാർക്കറ്റ്. അതാണ് അതിൽ വ്യത്യാസം. പക്ഷെ അത് മാറുന്നുണ്ട്, ഇവിടെ മാർക്കറ്റായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ സർക്കംസ്റ്റാൻസസ് ആർ നോട്ട് സപ്പോർട്ടിങ്. പല രീതിയിലുള്ള ഒരു നമ്മുടെ പൊതുവെ കേരളത്തിൽ പറയുന്ന ഒരു ക്രാക്ക് സ്റ്റോറി മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ക്രാക്ക് ഗോസ് ഓഫ് അതേഴ്സ് വിൽ പുൾ ഡൗൺ എന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? അല്ല, എനിക്ക് നല്ല എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഞാനൊരു ബിസിനസ്സുകാരനാണോ എന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഞാനൊരു കൂടുതൽ സയൻറ്റിസ്റ്റും കുറച്ച് ബിസിനസ്സുകാരനും. പക്ഷേ ഇതുവരെ ഒരു നെഗറ്റീവ് ഇത് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂരായിരിക്കും. പക്ഷേ ബാംഗ്ലൂരിലെ ആക്ടിവിറ്റി ഇപ്പോൾ വളരെ കുറവാണ്. മാക്സിമം നമ്മൾ കേരളത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് കേരളത്തിൽ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ നാട്ടിൽ നിൽക്കാൻ തന്നെ ഏറ്റവും ഇഷ്ടം. എൻ്റെ നാട് അന്നനാടാണ്. അന്നനാട്ടിൽ നിൽക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് പറയുമ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവും? ഇപ്പോൾ 10-38 രാജ്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഏകദേശം യൂറോപ്പ് ഫുള്ള് പലതവണ പോയിട്ടുണ്ട്. അവിടെ എല്ലാം റിസർച്ച് ടോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ നാട്ടിൽ നിൽക്കുന്ന സുഖം വേറെ എവിടെയും കിട്ടില്ല. നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യം, നമ്മുടെ നാടാണ്. എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഡീക്കനിൽ PhD കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് നല്ല ഓഫർ വന്നതാണ്, അവിടെ PR അടക്കം. പക്ഷേ എനിക്ക് ഇവിടെ നിൽക്കാനാണ് താല്പര്യം. എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പല നെഗറ്റീവ് അനുഭവങ്ങളും നമുക്ക്, അത് എവിടെയാണെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങളുണ്ടാവും, ഇവിടെ നിന്ന് മാത്രമല്ല. അപ്പോഴൊന്നും നമുക്ക് തോന്നില്ലേ അവിടെ പോയാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. കാരണം നമ്മളിങ്ങനെ ഒരു നാട്ടുമ്പുറത്തുകാരനാണ് ബേസിക്കലി. അതുകൊണ്ട് നാട്ടിൽ നിൽക്കാനാണ് താല്പര്യം. ഇപ്പം അവിടുന്ന് അപ്പോൾ ബാംഗ്ലൂരിൽ ഇങ്ങോട്ട് മാനുഫാക്ചറിങ് നമ്മൾ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാം ഫോക്കസ് ചെയ്തത് കേരളത്തിലാണ്. എനിക്ക് തോന്നുന്നു മുമ്പും ചില മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നു, കേരളം സയൻസ് ആൻഡ് റിസർച്ചിന് ഏറ്റവും നല്ല റിസോഴ്സാണ്. ഇവിടുത്തെ ആൾക്കാരാണല്ലോ പുറത്ത് പോയിട്ട് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു പ്ലാറ്റ്ഫോം ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മൾ എപ്പോഴാണ് ഒരു ഇൻഡസ്ട്രി ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടി വരിക, അല്ലെങ്കിൽ സ്യൂട്ടബിലിറ്റി, ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫുള്ളൊരു ബിസിനസ്സുകാരനേ അല്ല. ഒരുപാട് ഓവർ പൊല്യൂട്ടഡ് അല്ലെങ്കിൽ ഓവർ പൊല്യൂഷൻ വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ കേരളം സ്യൂട്ടബിൾ അല്ലായിരിക്കാം. കാരണം നമുക്ക് ലാൻഡ് റിസോഴ്സസ് കുറവല്ലേ. പക്ഷേ റിസർച്ച് എന്ന് പറയുമ്പോൾ കേരളം ഭയങ്കര സ്യൂട്ടബിളാണ്. കാരണം ഇവിടെ നല്ല റോ മെറ്റീരിയലുണ്ട്. റോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മളുടെ ഹ്യൂമൻ ടാലൻ്റ് ആണല്ലോ, അത് ഇവിടെ ഉണ്ട് ഇഷ്ടംമാതിരി. അത് ആരും ഇല്ലെന്ന് പറയില്ല. അതിന് നല്ല പ്ലാറ്റ്ഫോം കൂടെ കൊടുക്കണം, എന്നാലല്ലേ അത് ഫ്ലറിഷ് ചെയ്യുള്ളൂ. അത് എന്തായാലും ഇവിടെ ഉണ്ട്. അപ്പം ശ്രീരാജത്ത് ഈ ഓർഗനൈസേഷനിലേക്കുള്ള ടാലൻസ് അവൈലബിൾ ആണ്, ബട്ട് യു ഹാവ് ടു ഗിവ് കൈൻഡ് ഓഫ് ട്രെയിനിങ് ഓൾസോ ടു എക്വിപ്പ് യു ആ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ച്. അതെ, അപ്പോൾ അത് ഇവിടെ തന്നെയാണോ കൊടുക്കുന്നത്? ഇവിടെ തന്നെയാണ്. കാരണം നമ്മുടെ യുണീക്ക് ഇൻഡസ്ട്രിയാണ്. ഈ ലൈപ്പോസോം ചെയ്യുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ പ്രോപ്പറായിട്ടുള്ള ലൈപ്പോസോം ചെയ്യുന്നത്. ആദ്യമൊക്കെ എൻ്റെ മൂന്നാമത്തെ PhD ശരിക്കും ഡീക്കനിൽ ലൈപ്പോസോമിൽ തന്നെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഞാൻ തന്നെയാണ് ട്രെയിനിങ് കൊടുത്തത്. പിന്നെ അവർ അവരുടെ ജൂനിയേഴ്സിന് കൊടുക്കും.
അന്ന് തുടങ്ങിയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇവിടെ. അവരൊന്നും പോകേണ്ട സാഹചര്യമില്ല. R&Dന്ന് ആരും പോയിട്ടില്ല. ഈ R&Dക്ക് ലൈക്ക് പല റിസർച്ചസ് കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന റിസർച്ചസ് ഉണ്ട്. സോ അങ്ങനെ ഒരു കൊലാബറേഷൻ ഉണ്ടോ? എനിക്ക് പേഴ്സണലായിട്ടുണ്ട്. അത് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്ഡാൻസ്ക് യൂണിവേഴ്സിറ്റി പോളണ്ടായിട്ട് കൊളാബറേറ്റഡ് ആണ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആയിട്ട് കൊളാബറേറ്റഡ് ആണ്. അങ്ങനെ പല യൂണിവേഴ്സിറ്റികളായിട്ടും നമ്മൾ കൊളാബറേറ്റഡ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇൻഡസ്ട്രി സംഭവിച്ച് പോയതാണ്, നമ്മളിത് പ്ലാൻ ചെയ്തതല്ല. എൻ്റെ കൊളാബറേഷൻസ് വഴി നമുക്ക് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ട റിക്വസ്റ്റുകൾ കിട്ടുകയും ഇതേമാതിരിയുള്ള അക്കാഡമിക് കൊളാബറേഷൻസ് അതിന് ഹെൽപ്ഫുൾ. ഇത് അങ്ങനെ ഇപ്പം നാളെ ഞാനിത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കില്ലായിരിക്കും. ഇതങ്ങനെ സംഭവിച്ചു വന്നതാണ്. വളരെ ലിമിറ്റഡ് ആണ്, പക്ഷേ എന്നാലും എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട് പലയിടത്തും, PhD സ്റ്റുഡൻസ്. അപ്പോൾ ക്ലാസ് ഇല്ല, നമ്മളൊന്ന് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതെ. ഒരുവിധം പല യൂണിവേഴ്സിറ്റീസിലും ചെയ്തിരുന്നല്ലോ ഓൺലൈൻ. ഇപ്പോൾ കോവിഡ് സമയത്ത് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ചൈനയിൽ ഇപ്പോഴും ഓൺഗോയിങ് ആണ്. പക്ഷേ അതിപ്പോൾ ക്ലാസ് എടുക്കുക എന്നുള്ളതിനാൽ ഉപരി അവരെ റിസർച്ചിൽ ഗൈഡ് ചെയ്യുക എന്നുള്ളതായി. പണ്ട് കുറച്ചെങ്കിലും എഡ്യൂക്കേഷൻ സെഷൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറവാണ്. വെച്ചാൽ ഒന്ന് സമയം കുറവാണ്, പിന്നെ കുറച്ചും കൂടെ ഫ്രൂട്ട്ഫുള്ളാണ്, കുറച്ചും കൂടെ മെച്യൂർഡ് സ്റ്റുഡൻറ്റ് പൂളാണ് നമ്മുടെ കയ്യിലുള്ളത്. കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് ഇവിടെ ഇത്തരം അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ഇങ്ങനത്തെ എക്സ്പ്ലോറേഷൻസ് എന്താണെന്നാണ്? ഒരുപാട് വരാം. ഇപ്പോൾ നാനോ ടെക്നോളജിക്ക് വളരെയധികം സ്കോപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് നാനോ ടെക്നോളജി സെൻ്ററാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലുള്ളത്. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. നമുക്ക് ഈ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്നുള്ള പറയില്ലേ, ഏറ്റവും ബെസ്റ്റ് ആളാണ് അവിടുത്തെ. എൻ്റെ ഫാമിലിമാരെയാണ് അവിടുത്തെ മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ്. അദ്ദേഹം ലോകം ആദരിക്കപ്പെടുന്ന നാനോ ടെക്നോളജിസ്റ്റാണ്. അപ്പോൾ നാനോ ടെക്നോളജി വരാം. ഈ നാനോ ടെക്നോളജി വരുമ്പോൾ തന്നെ ഭയങ്കര ഡൈവേഴ്സിഫിക്കേഷൻസ് വരും. ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷനുണ്ട്, ഓട്ടോമൊബൈലിലുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. പക്ഷേ ഇതിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഗവൺമെൻറ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഗവൺമെൻറ് എത്ര ഫങ്ഷൻസ് ചെയ്യും? നമ്മൾക്ക് ഒരു കൾച്ചർ, ഇവിടെ ഒരു ഇന്നൊവേഷൻ കൾച്ചർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് വരും. പലർക്കും നല്ല ഐഡിയാസ് ഉണ്ടാവും, പക്ഷേ റവന്യൂ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫണ്ടിങ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സീഡ് ഫണ്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളിവിടെ വരുത്താൻ പറ്റും നമുക്ക്. ഇപ്പോൾ മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് PhD എടുത്തിട്ടുള്ള ആളാണ്, ഒരുപാട് പേറ്റൻ്റ് ഉള്ള ആളാണ്. എന്താണ് ഒരു ഫ്രീ ടൈമിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹോബി എന്നുള്ളത് എനിക്ക്, അല്ലെങ്കിൽ എപ്പോഴും ചെയ്യാൻ പാഷൻ തോന്നുന്ന വിഷയം എന്താണ്? ഏറ്റവും പാഷൻ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മൾ വായിക്കാറുണ്ട്, ഞാൻ സിനിമ കാണാൻ പോകാറുണ്ട്, എല്ലാം സാധാരണ മനുഷ്യർ ചെയ്യുന്നതൊക്കെ ചെയ്യാറുണ്ട്. സിനിമ കാണാൻ പോകുമ്പോൾ എപ്പോഴും രാത്രിയേ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ സമയം പോവും എന്നുള്ള ഒരു ഇതില്ല. പണ്ടൊക്കെ ഒരുപാട് സിനിമ കാണുമായിരുന്നു, പിന്നെ വായിക്കും, നന്നായിട്ട് വായിക്കും. ഇപ്പോൾ കുറച്ച് കുറവാണ്, പക്ഷേ വായിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അതെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3-4 ഞാൻ ബുക്ക് എഡിറ്റ് ചെയ്ത് 14-15 ബുക്ക് ആയിട്ടുണ്ട്. സ്വന്തമായിട്ട് ലേമാൻ ലാംഗ്വേജിൽ എഴുതിയത് ഒരു ബുക്ക്, പിന്നെ വീണ്ടും ഒരു ഇംഗ്ലീഷിൽ എഴുതിയിരുന്നു. ഇപ്പോൾ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. അതെ. ഇത് എവിടെ അവൈലബിൾ ആണോ? ഇത് അത്തരം ആളുകൾക്ക് വേണ്ടിയുള്ള പുസ്തകം? ഇത് പബ്ലിഷ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ, എൻ്റെ ഏറ്റവും കൂടുതൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എൽസെവിയർ ആണ്. പിന്നെ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ ബുക്കുണ്ട്, അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയുടെ ബുക്കുണ്ട്. ഇതെല്ലാം ഓൺലൈനിലും അവൈലബിൾ ആണ്. പക്ഷേ അത് ഓൺലി മെൻ ഫോർ അക്കാഡമിക്സ്. അത് ഒരു സുഖം ഉണ്ടാവില്ല വായിക്കാൻ. ഇപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിനൊക്കെ വേണ്ടി അവരൊരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക് കരിക്കുലം ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയൊക്കെ ശ്രീരാജിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും? ഞാൻ ഇൻറ്റേർണൽ ക്വാളിറ്റി മെമ്പറാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ. പിന്നെ സെൻറ്റ് തെരേസാസിൽ ഞാൻ ഇൻറ്റേർണൽ ക്വാളിറ്റി മെമ്പറാണ്. അവിടെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ്, ലൈക്ക് അറ്റ് പാർ വിത്ത് അതർ യൂണിവേഴ്സിറ്റീസ് അക്രോസ് ദി ഗ്ലോബ്? അതാ ഞാൻ പറയുന്നത്, പഠിപ്പിക്കൽ എല്ലായിടത്തും സെയിമാണ്. മീൻസ് സയൻസ് മാറില്ലല്ലോ, സെയിം സാധനങ്ങൾ തന്നെയാണ് ഇവിടെ പഠിച്ചാലും കിട്ടുക, അമേരിക്കയിൽ പഠിച്ചാലും കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ വലിയ പ്രാധാന്യമുണ്ട്. പുറമേയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
ഇവിടെ ആ ഓപ്പർച്യൂണിറ്റി ലിമിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം തന്നെ, പക്ഷേ നമുക്കതിനെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. നമ്മൾ മാർക്ക് ഓറിയൻറ്റഡ് ആണ്, പുറമേ അത്രയും മാർക്ക് ഓറിയൻറ്റഡ് അല്ല. അൾട്ടിമേറ്റ്ലി ഇതിനെ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റോ ഒരു പ്രോജക്റ്റോ ആക്കണം, അതാണ് പുറത്തുള്ള ഒരു രീതി. ഇപ്പം ബാക്ക് ടു മോളിക്യൂൾസ്, അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതാ ഞാൻ ഇതൊന്നും പ്ലാനിങ് ചെയ്യാതെ വന്ന കാരണം കൊണ്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് എനിക്കും വലിയ ഐഡിയ ഇല്ല. മീൻസ് നമ്മൾ കുറച്ചും കൂടെ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാച്ചുറൽ പ്രോഡക്റ്റിലും. പുതിയ ഒരു ടെക്നോളജി നമ്മൾ ഒന്നിൻ്റെ അവസാനമല്ലല്ലോ. നമ്മൾ ഈ സയൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റും ഇതാണ്. അതായത് ഒന്നിൻ്റെ അവസാനമല്ല. നമ്മൾ വിചാരിച്ചിരുന്നില്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയ 1100 ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു അൾട്ടിമേറ്റ് ആണ്, ഇപ്പോൾ കൊണ്ടു നടക്കാവുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഡൺ. അല്ലല്ലോ, അത് കഴിഞ്ഞ് എത്രയോ ഇന്നോവേഷൻസ് ഇന്ന് അങ്ങനെ ഒരു ഫോൺ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ പിള്ളേരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലേക്ക് വളർന്നു പോകും പെട്ടെന്ന്. അപ്പോൾ അതേമാതിരി ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇവോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെല്ലാം അനിഷ്ടമാവും ആരാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു ശ്രമത്തിലാണ്. ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ പുതിയ പ്രോജക്റ്റിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ബയോസിന്തസിസിലേക്ക് കടക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ ഒരു പുതിയൊരു പ്രോജക്റ്റിൽ വഴി. ഗ്രീനാണ് കുറച്ചും കൂടെ. നമ്മളിപ്പോൾ ഞാൻ സിന്തറ്റിക് കെമിസ്ട്രിയിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ സിന്തസിസാണ് നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും എല്ലാ കെമിസ്ട്രിക്കാരും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജോലി. ഒരു ക്രിയേറ്ററുടെ ജോലിയാണ് സിന്തസിസ് ചെയ്യുക. അവർക്കാണ് കൂടുതൽ പേയ്മെൻറ്റ് കിട്ടിയിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഒരുപാട് പേരിങ്ങനെ വന്നു സിന്തസിസ് ചെയ്യാൻ. അപ്പോൾ അത് ആ ഫീൽഡിന് അത്രയും റെപ്യൂട്ടേഷൻ കുറഞ്ഞോന്നും എനിക്ക് അറിയില്ല, തോന്നുന്നു. പക്ഷേ അത് ഒരുപാട് പൊല്യൂട്ടിങ് ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ അതൊരു ഗ്രീൻ അല്ല. ഇപ്പം എല്ലാം ഈ ഗ്രീനിലേക്ക് പോവുകയാണല്ലോ. നമ്മളിപ്പോൾ മൈക്രോ ഓർഗാനിസംസും എൻസൈംസും വെച്ചിട്ട് സിന്തസിസ് ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട്. ഫുഡ് ആൻഡ് ഫാർമ. അത് നോക്കുമ്പോൾ ഈ ഫുഡ് ആൻഡ് ഫാർമ ബേസിക്കലി എവർ ഗ്രോയിങ് ആണ്. അതെ, നമ്മുടെ നമുക്ക് ആവശ്യമുണ്ടല്ലോ. അതെ, ആവശ്യമാണ്. നമ്മുടെ ലൈഫ് ടൈമിൽ നോക്കുമ്പോൾ അത് ഇറ്റ് ഹാസ് ബീൻ പ്രോഗ്രസിങ് എക്സ്പൊണൻഷ്യലി. ഇതിൻ്റെ ഒരു സാധ്യത ലൈക്ക് ഇൻ ഫിനാൻഷ്യൽ ടേംസ് ആസ് വെൽ ആസ് വോളിയം വൈസ് എങ്ങനെയാണ്? ഒരുപാടുണ്ടല്ലോ. മീൻസ് ഇന്ത്യ അതിൻ്റെ ഒരു വലിയൊരു ഹബ്ബാണ്. ഞാൻ കേരളം എന്ന് പറഞ്ഞാൽ ചുരുക്കുന്നില്ല, പക്ഷേ ഇന്ത്യ ഒരു ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ പല പല അപ്ലിക്കേഷൻസും, ഫോർ എക്സാമ്പിൾ ഫുഡിലേക്ക് മാത്രം നമ്മൾ പോകണമെന്നില്ല. ഫാർമ അല്ലാതെ ഫ്രാഗ്രൻസ്, കോസ്മെറ്റിക്സ്, അങ്ങനെ ഒരുപാട് എല്ലാവരും നാച്ചുറലിലേക്ക് അഫിനിറ്റി ഉള്ള ആൾക്കാരാണ്. പൊതുവേ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആകുമ്പോൾ നമ്മൾ നാച്ചുറലാണ് അതിൻ്റെ ഒരു മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പറ്റിയ എല്ലാ റിസോഴ്സസും നമുക്കുണ്ട്. നമുക്ക് ഒരുപാട് ലാൻഡുണ്ട്, ഒരുപാട് കൾട്ടിവേഷൻസ് ഉണ്ട്, അതിന് ഒരുപാട് കേപ്പബിലിറ്റീസ് ഉണ്ട്. ഇന്നോവേഷനും കൂടെ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴേ ഒരു ഇന്നോവേഷൻ എന്തിനാണ് വേണ്ടത്? വെറുതെ ഒരു ഇന്നോവേഷൻ ചെയ്തിട്ട് കാര്യമില്ല. അത് മനുഷ്യന് കുറച്ചും കൂടെ ഇതിനെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫ്രണ്ട്ലി ആകുമ്പോൾ അവൻ അഡോപ്റ്റ് ചെയ്തോളും. പണ്ട് ഒലിയോറസിൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒലിയോറസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാക്റ്റാണ്. അതിൻ്റെ ഒരു ആരോമയും അതിൻ്റെ ടേസ്റ്റും രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതെന്ത് മനുഷ്യന് സാധ്യമാക്കിയെന്ന് വെച്ചാൽ ഈ ഫുഡ് ഇൻഡസ്ട്രി അങ്ങനെ തന്നെ മാറി. കാരണം അവർക്ക് സ്റ്റാൻഡേർഡായിട്ടൊരു സാധനം ആഡ് ചെയ്യാം. ഇപ്പോൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 40 കൊല്ലങ്ങളായിട്ട് അതിന് ഭയങ്കരമായ ഒരു എഫക്റ്റ് അല്ലേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പൗഡർ അല്ലെങ്കിൽ ഒരു മുളക് പൊടി ആഡ് ചെയ്യുകയാണ്. ഈ മുളക് പൊടിയിൽ നമുക്കറിയാം എത്ര തരത്തിലാണ് മുളക് പൊടി. എരിവ് വ്യത്യാസം ഉണ്ടാവും, കളർ വ്യത്യാസം ഉണ്ടാവും, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട്, അതാണ് ഈ ഫുഡ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത. എല്ലാ ഇന്നോവേഷനും ഭയങ്കര സൊഫസ്റ്റിക്കേറ്റഡ് ആണെന്ന് നിർബന്ധമില്ല. എല്ലാവരും റോക്കറ്റ് കണ്ടുപിടിക്കൽ മാത്രമല്ല ഇന്നോവേഷൻ എന്ന് പറയുന്നത് മനുഷ്യന് ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈസാക്കുകയോ മാറ്റുകയോ ചെയ്യുന്ന എല്ലാം ഇന്നോവേഷൻ തന്നെയാണ്. അല്ലാതെ എല്ലാവരും റോക്കറ്റ് കണ്ടുപിടിക്കണമെന്നില്ല. ഒരു കാലത്ത് നമ്മൾ ഒരു പേജ് 3 കോണ്ടന്റ് പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു വലിയ കോസ്മെറ്റിക് കൺസ്യൂമർ രാജ്യമാണ്. അതുകൊണ്ടാണ് മിസ് ഇന്ത്യ, മിസ് യൂണിവേഴ്സ് ഒക്കെ ഇന്ത്യക്കാർക്ക് കിട്ടുക എന്നുള്ളൊരു പേജ് 3 ന്യൂസ് വരാറുണ്ടല്ലോ.
But is there any truth in that? അതെനിക്കറിയില്ല, കാരണം ഞാൻ ഇന്ത്യയിൽ എൻ്റെ പ്രോഡക്റ്റുകൾ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ലിമിറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്താണ് ഇന്ത്യ, അങ്ങനെയല്ല, ഇന്ത്യക്ക് റവന്യൂ ഉണ്ടാക്കുന്നത് ഒരു ഇതാണല്ലോ. നമ്മൾ നടുക്കടലിൽ എടുത്ത് ചാടി നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീന്താൻ പറ്റുന്ന ഏറ്റവും ഈസായിട്ടുള്ളൊരു മാർഗ്ഗത്തിൽ കൂടി ആയിരിക്കും നമ്മൾ നീന്തണത്. അത് റവന്യൂ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്കും കുറച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കോസ്മെറ്റിക്സിൻ്റെ എനിക്ക് വ്യക്തമായൊരു ധാരണയില്ല. ഇന്ത്യ നല്ലൊരു മാർക്കറ്റാണ്, തീർച്ചയായിട്ടും ആയിരിക്കും. കാരണം പോപ്പുലേഷൻ, ആ പോപ്പുലേഷൻ പർച്ചേസിങ് പവറുള്ള പോപ്പുലേഷൻ കൂടുതലല്ലേ. പോസ്റ്റ് കോവിഡൊക്കെ നമ്മളത് കാണുന്നതാണ്. വരുന്ന ഇപ്പോൾ പൊതുവേ നമ്മുടെ യങ്സ്റ്റേഴ്സ് ലൈക്ക് സയൻസ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ സയൻസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഒരു കാലഘട്ടത്തിൽ ഒരു ഫോക്കസ് ക്ലാരിറ്റി ഉണ്ടായിരുന്നിട്ടില്ല. ബിക്കോസ് ദേ ഡി നോട്ട് നോ പോസിബിൾ, എസ്പെഷ്യലി ഇൻ കേരള. നമ്മുടെ ലിമിറ്റഡ് ഫാക്ടറീസോ അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. പലരും കൽക്കട്ടയിൽ പഠിക്കാൻ പോകുമ്പോഴോ സയൻസിന് ഇത്ര പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫർദർ റിസർച്ചിനൊക്കെ പോയിട്ടുണ്ടാവും. ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഇൻസൈറ്റ്സ് കിട്ടുന്നുണ്ടോ കുട്ടികൾക്ക്? ഓർ യു ആർ ഗിവിങ് സച്ച് ഇൻസൈറ്റ്സ് ടു സ്റ്റുഡൻറ്റ് ആസ് പാർട്ട് ഓഫ് അഡ്വൈസർ ടു യൂണിവേഴ്സിറ്റീസ്? അല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വിരൽത്തുമ്പിലാണല്ലോ. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട, അവർക്ക് നോക്കിയാൽ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും അതുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കണേലും അല്ലെങ്കിൽ വേറെ ആര് പറഞ്ഞു കൊടുക്കണേലും നന്നായിട്ട് ഗൂഗിളോ ഇപ്പോൾ ചാറ്റ് GPT പറഞ്ഞു കൊടുക്കും എന്താവണമെന്ന്. അതെ, അറിയില്ല അത് ഒതൻറ്റിക് ആണോ, അത് നമ്മുടെ സ്ക്രീനിങ് എത്ര AI വന്നു എന്ന് പറഞ്ഞാലും ഒരു ഹ്യൂമൻ അതിൻ്റെ പുറകിലുണ്ട്, അല്ലാതെ AI വന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ഫിൽട്ടർ മെക്കാനിസം നമ്മൾ ഉപയോഗിക്കണം, സെൻസിബിലിറ്റി എന്ന് പറയും. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് കിട്ടും. പണ്ടത്തെ മാതിരിയല്ല. ഇപ്പോൾ ഈവൻ ഞാൻ പണ്ടെന്ന് പറയുന്നത് 10-15 കൊല്ലം മുമ്പുള്ള കാലഘട്ടം പോലും അല്ലല്ലോ ഇപ്പോൾ. അന്ന് പോലും ഇത്രയും വ്യാപകമല്ല, ഇൻഫർമേഷൻസിൻ്റെ ഒരു ധാരാളിത്തം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കണം ഏതാണ് എന്താണെന്നുള്ളത്. പിന്നെ ഫാമിലിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കുറിച്ച് സൂചിപ്പിച്ചു. പുള്ളിക്കാരി ഇപ്പോൾ അക്കോർ നമ്മുടെ കോസ്മെറ്റിക് ഡിവിഷൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. ആയുർവേദ ഡോക്ടറാണ്, MD ആയുർവേദത്തിലാണ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു ബ്ലെൻഡും നമുക്ക് കിട്ടും ഇതിലേക്ക്. അതൊക്കെ ആക്ച്വലി എല്ലാത്തിനെയും പുറം തിരിഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല. ട്രഡീഷണൽ ആണെന്ന് വിചാരിച്ച് അത് മോശമാവണമെന്നില്ല. ഇപ്പോൾ ചൈനീസ് മെഡിസിൻ ആക്ച്വലി അപ്രൂവ്ഡാണ് പലയിടത്തും. ഓസ്ട്രേലിയയിലൊക്കെ പോയാൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ അപ്രൂവ്ഡാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഭാഷയുണ്ട്, അവർ ആ ഭാഷ എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ആയുർവേദവും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിനും അതേ ലെവലിലേക്ക് പോകാൻ പറ്റും. അതൊക്കെ എൻ്റെ ഒരു ഡ്രീമാണ്. കാരണം അതിലൊക്കെ കുറേ ഹിഡൻ നോളജ് ഉണ്ട്. നമ്മൾ അതിനെ ഒന്ന് തേച്ച് മിനുക്കി എടുക്കണം. എല്ലാത്തിനെയും വേണം. അങ്ങനെയാണല്ലോ നമ്മൾ പല ഇവോൾവ് ചെയ്ത് വന്നത്. പക്ഷേ പുറം രാജ്യത്ത് പോവുകയാണെങ്കിൽ നമ്മളുടെ ട്രഡീഷണൽ മെഡിസിനെ കുറിച്ച് ഭയങ്കര റെസ്പെക്റ്റാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ഒരു ഡോക്ടറെ ഇവിടെ ഒരു ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നെതർലൻഡ്സിൽ നിന്ന്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡോക്ടറാണ്. അദ്ദേഹത്തിന് ഭയങ്കര അപ്രീസിയേഷനാണ് ഇന്ത്യൻ ട്രഡീഷണൽ ആയുർവേദ മെഡിസിനെ കുറിച്ച്. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ മുൻവിധിയോടുകൂടി കാണേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പുള്ളിക്കാരി അപ്പോൾ അതിൽ ഒരു ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഷീ ഈസ് എ റൈറ്റർ. മലയാളത്തിൽ ശ്രദ്ധേയമായ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ഛൻ, അമ്മ, ബ്രദർ ഇവിടെ തന്നെ, പുള്ളിയും ഡോക്ടറേറ്റാണ്, ഇവിടെ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇതാണ് നമ്മുടെ ഫാമിലി. 2 കുട്ടികളാണ്. മൂത്ത മോളുടെ പേര് ശ്രീപത്മ. പുള്ളിക്കാരി ഇപ്പോൾ 6th ക്ലാസ്സിലേക്കായി. രണ്ടാമത്തെ ആൾ ശ്രീഹരി, പുള്ളി 4ാം ക്ലാസ്സിലേക്കായി. ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഒരു വായനശാല, ലൈബ്രറി, ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞു. അതൊന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് അത് എത്രയും റീച്ച് കിട്ടിയിട്ടുണ്ടാവില്ല, ഇപ്പോഴും ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഒരു സ്പാർക്ക്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ നല്ലൊരു വായനശാലയാണ് നമ്മുടെ നാട്ടിലുള്ള. 2 കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. ഒന്ന് വായനശാല, പിന്നെ എനിക്കൊരു ഇപ്പോഴും ഞാൻ ഗുരു എന്ന് പറയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് ഞാൻ പുള്ളിയുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ആരും അറിയില്ലായിരിക്കും, കാരണം പുള്ളി പേരൊക്കെ മാറ്റി.
നമ്മളെ ഒരു സലിൽ ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ വീട്ടിലാണ് നമ്മൾ പകുതി വായനശാലയും പകുതി പുള്ളിയുടെ വീട്ടിലും. പുള്ളിയാണ് നമ്മുടെ ആദ്യത്തെ റിസർച്ച് ഗൈഡ്. ഞാൻ ഈ വിജ്ഞാനോത്സവത്തിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊരു പ്രോജക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഗൈഡ് പുള്ളിയാണ്. ഭയങ്കര നോളജബിളാണ്. ഞാൻ നോബൽ ലോറേറ്റ്സൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരൊന്നും താഴെയുള്ളതൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്രയും നോളജുള്ള വ്യക്തി കേരളത്തിൽ വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ. പുള്ളി ഈ അടുത്ത കാലത്ത് സന്യാസത്തിലേക്ക് പോയി. ഇപ്പോൾ കേരളത്തിലെ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വരായിരുന്നു. ഞാൻ പുള്ളിയെ കണ്ടിരുന്നു. ഇടയ്ക്ക് എപ്പോഴും നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ തടസ്സങ്ങൾ വരുമല്ലോ. അപ്പോഴൊക്കെ ഞാൻ വിളിച്ചു ചോദിക്കുന്ന ഒരാൾ പുള്ളിയാണ്. നമ്മൾ സയൻസിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ ഒരുപാട് റയർ പുസ്തകങ്ങളുണ്ടാവും. വായനശാലയിൽ വായിച്ച് മടുത്ത് കഴിയുമ്പോൾ പോണത് പുള്ളിയുടെ വീട്ടിലേക്കാണ്. പുള്ളിയുടെ വീട്ടിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മുറി നിറയെ പുസ്തകങ്ങളാണ്. ചുമര് കാണാൻ പറ്റില്ല. ഈ 4 ചുമരും പുസ്തകങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ പുസ്തകങ്ങൾ, റയറായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അല്ല, അന്ന് അങ്ങനെയായിരുന്നല്ലോ. പുസ്തകങ്ങളൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പരിപാടിയില്ല. ഇപ്പോഴാണ് നമ്മൾ പുസ്തകം ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു അലങ്കാര വസ്തുവായി. നമ്മൾ ഒരു സ്വീകരണമുറി ഒരുക്കുമ്പോൾ കുറേ നല്ല പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കും. പക്ഷേ അങ്ങനെ ഒതുക്കേണ്ടതല്ലല്ലോ പുസ്തകങ്ങൾ. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് എന്തും അധികമാകുമ്പോൾ പ്രശ്നമാവും. അങ്ങനെ അതെ 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 അതൊരു അലങ്കാര വസ്തുവാകും ചിലപ്പോൾ. അപ്പോൾ അന്ന് കാലത്ത് വായനശാല, നമ്മുടെ വായനശാലയും സലിച്ചേട്ടൻ്റെ വീടും. ഇപ്പോൾ പുള്ളിയുടെ പേര് മഹാമണ്ഡലേശ്വര ആനന്ദഭവനം ഭാരതി എന്നാണ്. ഒരു തവണ ഞാൻ പുള്ളി കാണാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആരെ കാണാനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് ഈ പുതിയ പേര് അത്രയും പിടുത്തില്ല, അത് വായിൽ വരുന്നില്ല. സലിച്ചേട്ടൻ എന്ന് മാത്രമാണ്. സ്വന്തം ചേട്ടൻ്റെ മാതിരി, സ്വന്തം ചേട്ടൻ തന്നെ, അങ്ങനെ വളർന്നതാണ്. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഞാൻ പുള്ളിയെ കണ്ടിരുന്നു. അപ്പോൾ പുള്ളി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സപ്പോർട്ടും തരുമുണ്ടായിരുന്നു. എത്ര കൊല്ലത്തെ ഒരു 30 കൊല്ലത്തെ ബന്ധമുണ്ട്. ഭയങ്കര വിപ്ലവകാരിയായിരുന്നു. എൻ്റെ 3-4 കൊല്ലം സീനിയറായിരുന്നു. പഠിക്കുമ്പോഴേ പുള്ളി വിപ്ലവകാരിയാണ്. അതായത് പുള്ളി പറയുന്നതിൽ സത്യമുണ്ടോ, ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക. കാരണം പുള്ളിക്ക് സ്വാർത്ഥമായ ഒരു ചിന്തകളുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ നമ്മളുടെ ലൈഫിൽ കിട്ടിയ ഒരു ജെംസാണ്. അത് കിട്ടിയതെന്ന് വെച്ചാൽ ഇപ്പോഴല്ല കിട്ടിയത്. എനിക്ക് അറിവ് വെച്ച കാലം തുടങ്ങിയ കിട്ടി. അതിൻ്റെ ഒരു ബെനിഫിറ്റും എനിക്കുണ്ട്. അങ്ങനെ പുള്ളിയുടെ കൂടെ നടക്കാൻ പറ്റി എനിക്ക്. അത് വലിയൊരു ബെനിഫിറ്റായിരുന്നു. കാരണം ഇപ്പോൾ പുള്ളി ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ അടുത്ത് പോകണതല്ല, എത്രയോ കൊല്ലങ്ങളായിട്ട് നമുക്കറിയാവുന്ന ഒരാളാണ്. ഉണ്ട്. ഈ കോണ്ടാക്ട് ഉണ്ടാന്ന് വെച്ചാലേ ഇവരെല്ലാം ഞാൻ എല്ലാ ദിവസവും വിളിക്കുന്നില്ല. ചിലപ്പോൾ 2 കൊല്ലത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. ചിലരെ വിളിച്ചിട്ടേ ഇല്ല, പക്ഷേ അവരെ സ്മരിക്കാതെ ഒരു ദിവസം പോലും പോവില്ല. ഇപ്പോൾ ഈ സലിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. ഞാനും രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ ഈ മിനിഞ്ഞാന്ന് അവനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 20 കൊല്ലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. പക്ഷേ ഇന്നലെ കണ്ടു പറഞ്ഞ മാതിരിയാണ് നമ്മൾ, അത്രയും ബന്ധമാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയാണ് എപ്പോഴും അന്ന് തുടങ്ങി നമ്മൾ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, ഞാനും അവനും കൂടെ. അന്ന് സോളാർ അടുപ്പുകൾ, പിന്നെ അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ടീച്ചർമാർ എന്നെ +2 പഠിപ്പിച്ചിരുന്നു. ഒരു ഷീന ടീച്ചർ എന്നെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ക്യാരക്ടറാണ് നമ്മുടെ ലൈഫിൽ. ടീച്ചറെ സ്മരിക്കാതെ നമ്മൾ ഒരു പുതിയ കാര്യം ചെയ്യില്ല. അതേമാതിരി എന്നെ ക്രൈസ്റ്റി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു TA ജോൺസൺ സാർ എന്ന് പറഞ്ഞിട്ട്. ജോൺസൺ സാറ് ചേട്ടൻ അറിയാമായിരിക്കുമല്ലേ. നമ്മൾ അദ്ദേഹത്തിൻ്റെ വലിയ പെറ്റായിരുന്നു ഞാൻ. ആളെ പക്ഷെ ഞാൻ വിളിക്കാറൊന്നുമില്ല. കാരണം നമ്മൾക്ക് ഇപ്പോൾ ശബരിമലയിൽ ഭയങ്കര വിശ്വാസം ഒന്നുമില്ല. നമ്മളെല്ലാ ദിവസവും കയറി ചെല്ലില്ലല്ലോ, നമ്മൾ വല്ലപ്പോഴല്ലേ പോവുള്ളൂ. അതേമാതിരിയാണ് നമ്മളുടെ ജെംസായ ആൾക്കാരെ എപ്പോഴും വിളിക്കണമെന്നൊന്നുമില്ല, അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അതേമാതിരി എനിക്ക് പോളണ്ടിൽ പ്രൊഫസറുണ്ട്, എൻ്റെ റിസർച്ച് ഗൈഡ്. പുള്ളി ഞാൻ ഒരു തവണ എയർപോർട്ടിൽ ഞാൻ അന്ന് വൈഫായിട്ട് പോവുക, എൻ്റെ ഡിഗ്രി വാങ്ങിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ അന്ന് വൈഫായിട്ട് പോയിട്ട് ഒരു 12:30 ആയി അവിടെ ലാൻഡ് ചെയ്തപ്പോൾ. അപ്പോൾ
ഞാൻ നോക്കുമ്പോൾ പ്രൊഫസർ അവിടെ, പുള്ളിക്ക് നല്ല പ്രായമുണ്ട്, 70 വയസ്സ് അന്നുണ്ട്. ഈ രാത്രി 12:30 പോളണ്ടിൽ നല്ല തണവുമാണ്, എന്നെ കാത്തുക്കുക. ഒരു സഞ്ചി നിറയെ കുറേ ഭക്ഷണങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് അത്രയും സ്വീറ്റാണ് പുള്ളി. അപ്പോൾ അതുകൊണ്ടല്ല എനിക്ക് ആത്മാർത്ഥ, അങ്ങനെ ഒരു ആത്മാർത്ഥ ഉള്ളതുകൊണ്ടാണ് പുള്ളി അന്ന് വന്ന് നിന്നതെന്ന് ഞാൻ പറയാം. അത്രയും ഒരു ഗുരുശിഷ്യ ബന്ധമുണ്ട് പുറം രാജ്യത്താണെങ്കിലും. അതേമാതിരി സാബു സാറായിട്ട് ഭയങ്കര ബന്ധമാണ്. അങ്ങനെ കുറേ പേര് നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സൽച്ചേട്ടൻ എനിക്ക് ഗുരു തന്നെയാണ്. ഈ നമ്മൾ ഗുരുവിനെ ഡിഫൈൻ ചെയ്യുന്നത് ടീച്ചറായിട്ടല്ല. ഈ ഗുരു എന്ന് പറയുന്ന വേർഡ് തന്നെ ഗുശബ്ദം അന്ധകാരം ഒരു ശബ്ദം തന്നിരോധനം എന്നാണ്. അതായത് നമ്മുടെ മനസ്സിലെ അന്ധകാരത്തിനെ മാറ്റുന്നത് എന്താണോ അതാണ് ഗുരു. അത് ടീച്ചറാവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, പല പല വ്യക്തികളാവും. അതേമാതിരി അച്ഛനായിട്ട് എനിക്ക് ഭയങ്കര റിലേഷനാണ്. അച്ഛനായിരുന്നു സൂപ്പർ ഹീറോ ഇപ്പോഴും. അങ്ങനെ കുറേ ഇത് ഞാൻ ഭയങ്കര ഇമോഷണലായ ഒരു വ്യക്തിയാണ്. വളരെ കുറച്ച് ആൾക്കാരായിട്ട് കണക്റ്റഡായ ആൾക്കാരായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. അതെനിക്ക് ഭയങ്കര പ്രോബ്ലമാണ്. അത് നമുക്ക് അവരായിട്ടുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾ ഭയങ്കര നമ്മൾ കണക്റ്റഡ് അല്ലെങ്കിൽ ഭയങ്കര ഈസിയാണ് ലൈഫ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളും കൂടെ ഉള്ള ആളാണ്. രണ്ട് കുഞ്ഞച്ചന്മാരുണ്ട്. ഒരാൾ ചെന്നൈയിലാണ്, ഒരാൾ മദ്രാസിലാണ്, ബോംബെയിലാണ്. രണ്ടുപേരും ചാർട്ടേഡ് അക്കൗണ്ടൻസിയാണ്. കുഞ്ഞച്ചൻ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് പോയത്. കുറച്ച് കാലമേ പുള്ളിയുടെ കൂടെ നിന്നുള്ളൂ, പിന്നെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരുന്നു. പക്ഷേ അതൊരു ധൈര്യമാണല്ലോ, ഇവരവിടെ ഉണ്ട്. കാരണം അന്ന് എനിക്കൊന്നും അറിയില്ല. ഇവിടെ അന്നനാട് മാതിരിയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ എല്ലാവിധ പ്രോബ്ലംസും നമുക്കുണ്ടാവും. വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കണു, പിന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഭയങ്കര പ്രശ്നങ്ങളാണ് സാമ്പത്തികമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളവിടെ ഉണ്ടെന്നുള്ളത് ഭയങ്കര വലിയൊരു ധൈര്യമാണ്. അങ്ങനെ റിലേറ്റഡ് ഉള്ള തെറാനോസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, ഒരു സിലിക്കൺ വാലിയിലെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവര് ബ്ലഡ് ടെസ്റ്റിങ്ങിന്റെ ഇന്നോവേഷൻ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ കുത്തിയിട്ട് കുറച്ച് ബ്ലഡ് എടുത്തിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. പക്ഷെ അതൊരു ഫുൾ സ്കാം ആയിരുന്നു. അത് പോസിബിലിറ്റി ഉണ്ട് ശരിക്കും. ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. നോർമലി അല്ല, പോസിബിൾ ആയിരിക്കും. കാരണം ഇപ്പോൾ AI അസിസ്റ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ പിയേഴ്സ് ചെയ്യണ്ട, അല്ലാതെ തന്നെ കിട്ടും AI. അപ്പോൾ പോസിബിലിറ്റി ഉണ്ടാവും. പക്ഷേ ചിലർ അതിനെ ഷോർട്ട് കട്ട് എടുക്കും. ഇങ്ങനെ ഒരു പോസിബിലിറ്റി നിൽക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട്. കൊമേഴ്ഷ്യലൈസേഷൻ വേണം. കൊമേഴ്ഷ്യലൈസ് ചെയ്യാത്ത ഒരു ഇന്നോവേഷനും സസ്റ്റൈനബിൾ അല്ല. കാരണം അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ എങ്കിലും കൊമേഴ്ഷ്യലൈസ് ചെയ്യണം, ജനങ്ങളിൽ എത്തേണ്ടത്. നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണല്ലോ ഇന്നോവേഷൻസ് കൂടുതലായിട്ട് വന്നത്. അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലൈസേഷന് വേണ്ടി മാത്രം ഇന്നോവേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം അത് ഇപ്പോൾ സ്കാമിലേക്ക് പോകും ആയിരിക്കാം. എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അതെ അതെ, അതങ്ങനെ ഒരു ട്രെൻഡ് US-ലുണ്ട് ഭയങ്കരമായിട്ട്. അതായത് നമുക്കൊരു ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ടെങ്കിൽ, നല്ല കാര്യം അത്, ഇവിടെയൊക്കെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഇന്നോവേറ്റീവായ ഐഡിയ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും. US-ലാണ് അത്. അമേരിക്കയിലേക്ക് എല്ലാവരും എന്തുകൊണ്ടാണ് പോകുന്നത്? അമേരിക്ക ഇതിൻ്റെ ഒരു ഹബ്ബാണ്. ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരും, പക്ഷേ നമുക്കൊരു ഇന്നോവേറ്റീവായ ഐഡിയ ഉണ്ടെങ്കിൽ ഫണ്ട് ചെയ്യാൻ ആളുണ്ട്. നമ്മളത് റൺ ചെയ്ത് സക്സസ്ഫുൾ ആക്കിയാൽ മാത്രം മതി. ഇവിടെ അതില്ല, അതാണ് പ്രശ്നം. ചെറുതായിട്ട് വരുന്നുണ്ട്. അതെ അതെ അതെ. ശരിയടാ, താങ്ക് യു.